ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 മാർക്ക്. 3 മാർക്കുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ സി ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു 40. ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു 40. ആംഗിൾ പി ക്യു എസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു, ഇതാണ് പി ക്യു എസ്. പി ക്യു എസ് ഈസ് ഈക്വൽ ടു 40. ദെൻ ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ആംഗിൾ പി ആർ എസ്? അപ്പോൾ ആംഗിൾ പി ക്യു എസും ആംഗിൾ പി ആർ എസും ഈക്വൽ ആയിരിക്കും. ഇതാണ് ആംഗിൾ പി ആർ എസ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആംഗിൾ പി ആർ എസ് റെഡിൽ മാർക്ക് ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം പി എസ് എന്ന് പറഞ്ഞാൽ കോഡിൽ പോകുന്ന ആംഗിളാണ് പി ക്യു എസും പി ആർ എസും. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 40 ഡിഗ്രി എന്ന് എഴുതാം. വളരെ സിമ്പിൾ. ദെൻ ആംഗിൾ പി സി എസ്. ആംഗിൾ പി സി എസ് എന്ന് പറയുമ്പോൾ ഇവിടെ സെൻറ്ററിലുള്ള ആംഗിളാണ്. സെൻറ്ററിലുള്ള ആംഗിൾ ആ മുകളിലേക്ക് അതേ കോഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും 40 ആണെങ്കിൽ, ക്യൂ മാർ 40 ആണെങ്കിൽ ഇവിടെ 80 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ. ആംഗിൾ പി ടി എസ്. ആംഗിൾ പി ടി എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ്. ആംഗിൾ പി ടി എസ് എന്ന് പറയുമ്പം നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ, ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇപ്പം ആംഗിൾ ഈ ക്വാഡ്രിലാറ്ററൽ പി ടി എസ് ക്യൂ ആയാലും ശരി, പി ടി എസ് ആർ ആയാലും ശരി, രണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ പി ടി എസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 different dice are tossed together. Find the probability that the number in each dice is even. A question ആണ്. B question. The sum of the numbers appearing on the 2 dice is 8. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡൈസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് എഴുതാം. നമുക്ക് രണ്ട് ഡൈസാണ്. അപ്പോൾ 1 2 3 4 5 6. 1 2 3 4 5 6. ഓക്കെ. ഇവിടെ നമ്മുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഡൈസ് ഈസ് ഈവൺ. നമ്മളിത് രണ്ടും ഒരുമിച്ച് ത്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് നമ്പറും ഈവൺ ആവുന്ന ചാൻസ്. അപ്പോൾ ഇതിൽ ഈവൺ നമ്പേഴ്സ് എടുക്കുക. 3 എണ്ണമാണുള്ളത്. 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇതിലായാലും 3 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ രണ്ടും ഈവൺ നമ്പർ ആവാനുള്ള ചാൻസ് 3 × 3. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഈവൺ നമ്പർ, ബോത്ത് ഈവൺ ഈസ് ഈക്വൽ ടു 3 × 3 ഡിവൈഡഡ് ബൈ, ഇത് മൊത്തം 6 × 6 36 ആണ്. ഇവിടെ മൊത്തം 6 നമ്പേഴ്സ് അല്ലേ. 6 × 6 36 ആണ്. 36 ഈസ് ഈക്വൽ ടു 9/36 ഈസ് ഈക്വൽ ടു 1/4. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ സം ബീയിങ് 8. ഇതിൻ്റെ സമ്മ് 8 ആവുന്നു. അപ്പോൾ നമ്മൾ വേഗം പെയറൊന്ന് അങ്ങോട്ട് എഴുതിക്കോ. പെയർ എഴുതുമ്പോഴേ നിങ്ങൾക്കിത് ശരിയാവുള്ളൂ. 1 1 1 2 1 3 1 4 1 5 1 6 1 1 2 2 2 3 2 4 2 5 2 6 2. ഇവിടെ 8 നമ്മുടെ സം 8 ആവണം. 1 3 2 3 3 3 4 3 5 3 6 3. 1 4 2 4 3 4 4 4 5 4 6 4. 1 5 2 5 3 5 4 5 5 5 5 6. അല്ല 6 5, സോറി 6 5 1 6 2 6 3 6 4 6 5 6 6 6. ഇവിടെ സ്ഥലമില്ല എഴുതാൻ. ഇവിടെ നമുക്ക് സം 8 കിട്ടണം.
അപ്പോൾ സം 8 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. 6 1 7 6 2 8 6 2 8 ഇതൊന്ന് 6 2 8 5 3 8 4 4 8 5 3 8 6 ഇതിങ്ങനൊരു ഇതിലാണ്, ഇങ്ങനൊരു ക്രോസ് ലൈനിലാണ് കിട്ടുക. അപ്പം 6 2 8 5 3 8 4 4 8 3 5 8 6 2 8. അപ്പോൾ അത്ര 5 സംഖ്യകളാണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ഈസ് ഈക്വൽ ടു 8 ഈസ് ഈക്വൽ ടു 5/36. ഓക്കെ, 5/36. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഗിവൺ ഇൻ ദ പിക്ചർ. ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്. നമുക്കിവിടെ നിന്ന് പേര് കൊടുക്കുക, ABCD. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആംഗിളുകൾ ഈ 55 40 50 അതിന് ഏതിനെല്ലാം ആംഗിളിനാണ് ഉള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 55 എടുക്കാം. ഈ 55 ഈ ആംഗിളും ഈക്വലാണ്. കാരണം ഇത് രണ്ടും ഈ ഒരു കൂടുന്ന് വരുന്ന ആംഗിളാണ് ഇത് രണ്ടും. അപ്പോൾ അത് രണ്ടും ഈക്വലായിരിക്കും. അപ്പോൾ ഇവിടെ 55 കൊടുത്തു. ഇനി 50 എവിടെയാണ് നോക്കാം കേട്ടോ. 50 ഈ ആംഗിളും ഈക്വലായിരിക്കും. കാരണം ഇത് രണ്ടും ഈ ഡി സിന്ന് വരുന്ന ആംഗിളാണ് ഇത് രണ്ടും അല്ലേ. കണ്ടില്ലേ, ഡി സിന്ന് വരുന്ന ആംഗിളാണ് ഇത് രണ്ടും. അപ്പോൾ ഇവിടെ 50. ഓക്കെ, ഇനി 40 ആണുള്ളത്. 40 ഇനി എവിടെയാണ് 40 കിട്ടുന്നത് നോക്കാം. 40 ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ലൈനിൽ നിന്ന്, ഈ ലൈനിൽ നിന്നാണ് 40 പോണത് അല്ലേ. അപ്പോൾ ഇതേ ലൈനിൽ നിന്ന് വരുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇവിടെയും 40. അപ്പോൾ ഇനി നമുക്ക് ഒരു ആംഗിൾ മാത്രമല്ല, ADC മാത്രമേ കിട്ടാനുള്ളൂ, ADCയും ACB. അപ്പോൾ ADC ഈസ് ഈക്വൽ ടു ആംഗിൾ ADC ഈസ് ഈക്വൽ ടു, ADC എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. ആംഗിൾ D പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ആണ്. 180 മൈനസ് 40 പ്ലസ് 50 പ്ലസ് 55 ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 90 50 140 145 40 90 പ്ലസ് 55 5 9 11 145 180 മൈനസ് 145 10 മൈനസ് 5 5 7 35 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് 35 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ ഇവിടെ 35 ആണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരേ ഇതിന്ന് വരുന്ന ആംഗിൾസ് എപ്പോഴും ഇത് 35. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ആംഗിൾസായി. ഇനി ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും എഴുതാം. ആംഗിൾ A is in quadrilateral ABCD. Angle quadrilateral ABCD. Quadrilateral ABCD. Angle A is equal to 50 plus 55 is equal to 105. Angle B is equal to 40 plus 50 is equal to 90. Angle C is equal to 40 plus 35 is equal to 75. Angle D is equal to 35 plus 55 is equal to 5 10 balance 1 90. Okay. அடுத்த question. The sum of a number and its reciprocal is 26/5. Find the numbers. അപ്പോൾ let the number be x. നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? എക്സിൻ്റെ റെസിപ്രോക്കൽ 1/x. അതിൻ്റെ സമ്മാണ് 26/5. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 1/x. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂടെ കൂട്ടിയാൽ 26/5 ആണ് കിട്ടുന്നത്. എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്ത്. എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 26/5. ഇനി ക്രോസ് ആയിട്ട് എടുക്കുക. 5 × x² + 1
is equal to 26x. 5x square, 5 into x square, 5x square plus 5 into 1, 5 is equal to 26x. 26x ni ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. 5x square minus 26x plus 5 is equal to 0. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ a is equal to 5, b is equal to minus 26, c is equal to 5. നമ്മുടെ x is equal to ഫോർമുല x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a is equal to, ഇവിടെ b എന്ന് പറയുന്നത് മൈനസ് 26 ആണ്. നമ്മുടെ ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ 2 മൈനസ് അങ്ങനെ ഇടാം കേട്ടോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 26 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 5 സി എന്ന് പറയുന്നതും 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 is equal to മൈനസ് ഓഫ് മൈനസ് പ്ലസ് 26 ആയിട്ടോ. 26 പ്ലസ് ഓർ മൈനസ് 26ൻ്റെ സ്ക്വയർ 676 676 മൈനസ് 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 5 100 ഡിവൈഡഡ് ബൈ 10 is equal to 26 പ്ലസ് ഓർ മൈനസ് റൂട്ട് 676 100 മൈനസ് ചെയ്ത 576 ഡിവൈഡഡ് ബൈ 10 is equal to 26 പ്ലസ് ഓർ മൈനസ് റൂട്ട് 576 എന്ന് പറഞ്ഞാൽ 24 റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാത്തവർ ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അറിയാം 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 അറിയാം. 30ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9 900 അറിയാം. അപ്പോൾ ഈ 20ൻ്റെയും 30ൻ്റെയും ഇടയിലാണ് ഈ നമ്പർ കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് 6 വന്നു കഴിഞ്ഞാൽ 24 ആവാനും ചാൻസ്, 24 പറഞ്ഞാൽ 4 × 4 16 4 ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഏതാണ് 26 ആവാനും ചാൻസ് ഉണ്ട്. 6 × 6 36 അപ്പോൾ നമുക്കറിയാം 25ൻ്റെ സ്ക്വയർ 625 എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 625 എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെന്തായാലും 24ൻ്റെ സ്ക്വയർ ആണെന്ന് ഊഹിക്കാം കേട്ടോ. അപ്പോൾ 26 പ്ലസ് ഓർ മൈനസ് 24 ബൈ 10 എക്സ് ഈസ് ഈക്വൽ ടു 26 പ്ലസ് 24 ബൈ 10 ഓർ 26 മൈനസ് 24 ബൈ 10 ഇസ് ഈക്വൽ ടു 50 ബൈ 10 ഓർ 2 ബൈ 10 ഇസ് ഈക്വൽ ടു 5 ബൈ 1 1 ബൈ 5 5 ബൈ 1 5 ബൈ 1 അല്ലെങ്കിൽ 1 ബൈ 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 84 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 440 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. പെരിമീറ്റർ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2 × l+b ആണ്. അവിടെ പെരിമീറ്ററാണ് തന്നിരിക്കുന്നത്. 2 × l+b ഈസ് ഈക്വൽ ടു 84. l+b ഈസ് ഈക്വൽ ടു 84/2 ഈസ് ഈക്വൽ ടു 42. നമുക്ക് ലെറ്റ് l ഈസ് ഈക്വൽ ടു എക്സ് കൊടുക്കാം. ലെറ്റ് l ഈസ് ഈക്വൽ ടു എക്സ്. ലെറ്റ് l ഈസ് ഈക്വൽ ടു എക്സ്, b ഈസ് ഈക്വൽ ടു, അപ്പം എല്ലും ബിയും കൂടെ കൂട്ടിയാൽ 42 ആണ്. അപ്പോൾ l എക്സ് ആണെങ്കിൽ b 42 മൈനസ് എക്സ്. ഇനി ഇവിടെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഏരിയ കാണാനുള്ള ഫോർമുല l × b ആണ്. l × b ഈസ് ഈക്വൽ ടു 440 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ l എന്ന് പറഞ്ഞത് എക്സും എക്സ് ഇൻറ്റു 42 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 440. 42 ഇൻറ്റു എക്സ് 42x മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 440. നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 42x ഇസ് ഈക്വൽ ടു 440. നമുക്കിവിടെ സ്ക്വയറിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇസ് ഈക്വൽ ടു 440. 42 ഇസ് ഈക്വൽ ടു 440. ഓക്കെ, നമുക്ക് ഈ പ്ലസ് ഈ മൈനസിനെ മാറ്റാം കേട്ടോ. മൈനസിനെ മാറ്റാം. എക്സ് സ്ക്വയർ മൈനസ് 42x ഇസ് ഈക്വൽ ടു മൈനസ് 440. ഓക്കെ,
അതായത് എക്സ് സ്ക്വയറിൽ ആദ്യം മൈനസ് വരാൻ പാടില്ല. അപ്പോൾ ആ മൈനസിനെ മാറ്റുമ്പോൾ എല്ലാ ചിഹ്നങ്ങളും അങ്ങോട്ട് മാറ്റി കൊടുത്തു. ഇനി ഇവിടെ സ്ക്വയറിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 42x, 42ൻ്റെ പാതി 21 ആണ്. 21 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 440 പ്ലസ് 21 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് മൈനസ് ഇത് a-b ഓൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയിലേക്ക് വന്നു. അപ്പോൾ എക്സ് മൈനസ് 21 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 440 പ്ലസ് 21ൻ്റെ സ്ക്വയർ 441 ആണ്. 441 ഞാനിവിടെ ചെയ്യാം. ഇനി എക്സ് മൈനസ് 21 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 21 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് 440 പ്ലസ് 441 ഇസ് ഈക്വൽ ടു 941 1 ആണ്. 441 നിന്ന് 440 മൈനസ് ചെയ്താൽ 1 ആണ്. ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് മൈനസ് 21 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √1. നമ്മൾ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ റൂട്ട് ഇട്ട് കൊടുക്കാം. എക്സ് മൈനസ് 21 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. എക്സ് ഈസ് ഈക്വൽ ടു 21 1 പ്ലസ് 21 ഇസ് ഈക്വൽ ടു 22 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 21 ഇസ് ഈക്വൽ ടു 20. അപ്പോൾ ഒന്നുകിൽ എക്സ് ഒന്നുകിൽ 22 അല്ലെങ്കിൽ 20. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 20 എക്സ് ലെങ്ത് ആണ് അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ആണ്. എക്സ് ഈസ് ലെങ്ത് ആണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 22 എടുക്കാം, വലിയ സംഖ്യ എടുക്കാം. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 42 മൈനസ് 22 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആയി. വലിയ കണക്കാണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതും കൂടെ കഴിഞ്ഞു. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് ഓഫ് an arithmetic sequence is 1638, വാട്ട് ഈസ് ദ 11th ടേം? ഇവിടെ 21 ടേംസ് ഉള്ളത്. 21 ടേംസ് എന്ന് പറഞ്ഞാൽ അതിന് മിഡിൽ ഒരു ടേം ഉണ്ട്. ആ മിഡിലെ ടേമാണ് 11th ടേം. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ്റെ ആൻസർ മിഡിൽ ടേം. അതായത് ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 11th ടേമാണ്. ദാറ്റ് ഈസ് x11 ഇസ് ഈക്വൽ ടു മിഡിൽ ടേം x11 ഇസ് ഈക്വൽ ടു x11 എന്ന് പറഞ്ഞാൽ മിഡിലെ ടേമാണ്. മിഡിൽ ടേം ഈസ് ഈക്വൽ അതിൻ്റെ ഫോർമുലയുണ്ട് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ഇവിടെ സം എന്ന് പറയുന്നത് 1638 ഡിവൈഡഡ് ബൈ സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് 21. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു കഷ്ടപ്പാടായിരിക്കും ഇത് ഡിവിഷൻ ചെയ്യാനല്ലേ. എന്നാലും ഇങ്ങനെ ചെയ്യാം. 1638 21 100 5 പ്രാവശ്യമാണ്. 150 6 പ്രാവശ്യമാണ്. 150 6 പ്രാവശ്യം. അപ്പോൾ ഏകദേശം ചിലപ്പം 7 പ്രാവശ്യം പോകണ്ടാവും. ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 7 7 2 14 147. അപ്പോൾ 21 7 പ്രാവശ്യം 8 പ്രാവശ്യം പോവാ. 8 4 2 168 വരും. അപ്പോൾ 7 147. 13 മൈനസ് 7 6. 5 മൈനസ് 4 1. 168. 168 നമ്മളിവിടെ പറഞ്ഞു 8 പ്രാവശ്യമാണ് പോകുന്നത്. 168 8 പ്രാവശ്യം 8. അപ്പോൾ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ 11th ടേം ഈസ് ഈക്വൽ ടു 8 ആണ്. 11th ടേം ഈസ് ഈക്വൽ ടു 8. ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 8, then common difference is equal to first term x1 is equal to 8. ഇതെങ്ങനെ 28 അല്ല 78 കേട്ടോ. 78 ഞാൻ ഓർമ്മയില്ല. 11th ടേം ഈസ് ഈക്വൽ ടു x11 ഈസ് ഈക്വൽ ടു 78. ഓക്കെ. x1 ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. x11 ഈസ് ഈക്വൽ ടു 78 ആണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം. ഇവിടെ ടേംസ് 78 8 ആണ്. 78 മൈനസ് 8. 78ൻ്റെ പൊസിഷൻ 11 ആണ്. 11 മൈനസ് 8ൻ്റെ പൊസിഷൻ 1 ആണ്. 70 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 7. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 7. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് സ്പീഡായോന്ന് എനിക്കറിയില്ല.
ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നാളെ പറഞ്ഞു തരാൻ വേണമെങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.